ഞാൻ വൈദേഹിയാണെന്ന് അവരെ വിശ്വസിക്കില്ല. എന്താ രാമ ഞാൻ ചെയ്യ? നിങ്ങൾ ശിലാസ്ഥാപനം നടത്തിയ സ്ഥലത്താ കുഴിയെടുത്ത് അവരെന്നെ കുഴിച്ചു മൂടിയത്. കൊള്ളാലോ വൈദേഹി, കഥ സൂപ്പർ. നിന്നെ പെട്ടിയിലടച്ച് കുഴിയെടുത്ത് മണ്ണിട്ട് മൂടിയപ്പോ നീ എങ്ങനെയാണാവോ പുറത്തേക്ക് വന്നത്? കൺമുമ്പിൽ വെച്ച് കരിഞ്ഞ് ഭസ്മമായവര് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും ആളെ മാറ്റാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കൂ? ചന്ദ്രിക ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും ആരും വിശ്വസിക്കുന്നില്ല. എന്നല്ല, ജീവനോടെ മുന്നിൽ ചെന്ന് നിന്നിട്ടും എന്നെ ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ കൺമുന്നിൽ വെച്ച് കത്തി കരിഞ്ഞു പോയ ചന്ദ്രിക ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ് ആര് വിശ്വസിക്കാനാ? അവരെവിടെയുണ്ടെങ്കിലും കണ്ടെത്തണം, എന്നിട്ട് കൊട്ടാരം വെട്ടി കൊണ്ടുചെന്ന് നിർത്തണം. അതെ, ഇനി അതേ ഒരു മാർഗമുള്ളൂ. ആദ്യം ചന്ദ്രിക എവിടെയാണെന്ന് അറിയണം, എന്നിട്ട് അവളെ ദേവേട്ടന്റെ മുന്നിൽ കൊണ്ടു ചെല്ലണം. ഞാൻ വൈദേഹിയാണെന്നും ഇതെല്ലാം ചെയ്യിച്ചത് ചന്ദ്രികയാണെന്നും ചന്ദ്രികയുടെ വാഗൊണ്ട് തന്നെ പറയിക്കണം. അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ വൈദേഹിയാണെന്ന് തെളിയിക്കാനാവില്ല. പിന്നെ ജീവനോടെ ഇരുന്നിട്ടും കാര്യമില്ല. ചന്ദ്രികയുടെ വീട്ടിൽ ചെന്ന് നോക്കിയാലോ? ആ, അന്ന് ചന്ദ്രിക ഈ വീട്ടിലായിരുന്നില്ലേ? അതെ, ചന്ദ്രികയെ കാണായിരുന്നു. ചന്ദ്രികയോ? അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ. അല്ലല്ലോ, ഇവിടെയായിരുന്നു. കുറച്ചു നാള് മുന്നേ ഇവിടെ ആരോ ഉണ്ടായിരുന്നു. അവര് വീടൊഴിഞ്ഞു പോയി. ഇപ്പൊ ഇവിടെ ആരും താമസിക്കുന്നില്ല. എവിടെ പോയെന്ന് വല്ലതും അറിയാവോ? എനിക്കറിയില്ലല്ലോ. ഈ വീട് വിട്ട് അവരെങ്ങോട്ടായിരിക്കും പോയത്? ശരിയാ, ഇവിടെ നിന്നാ പിടിക്കപ്പെടില്ലേ? അപ്പൊ പിന്നെ എങ്ങനെ ഇവിടെ നിൽക്കാനാ? എവിടെ പോയതായിരിക്കും? എവിടെ ചെന്ന് ഞാനിനി അന്വേഷിക്കും? എവിടെയാ ചന്ദ്രിക? ഒരു കഥയായി അവളകലും, അവളുടെ തേൻചിന്തുകൾ നോവുകളായി പടരും. അലയുമൊരു കാറ്റിൻ ഇതളുകളായി വിട പറയാൻ വഴിമറയുമേതോ നിഴലിൻ വിരലുകളാ, അരികിലൊരോമൽ തിരിയണയും നിമിഷമിതോ. എന്തോ വലിയ ആലോചനയിലാണല്ലോ. മരിച്ച വൈദേഹിയെക്കുറിച്ചാണോ അതോ കുറച്ചു മുമ്പേ വന്നിട്ട് പോയ വൈദേഹിയെ പോലത്തെ പെണ്ണിനെ കുറിച്ചോ? അച്ഛല് വാർത്ത പോലെ വൈദേഹിയല്ലെന്ന് പറയേയില്ല. തല്ലി ഓടിച്ചുകൊണ്ട് തൽക്കാലം അവള് പോയെന്നേ ഉള്ളൂ. അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞു പോകുന്ന ജാതിയല്ല. ദേവനൊരിക്കലും അവളെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അവനവള് വൈദേഹിയാണെന്ന് വിശ്വസിച്ച പിന്നെ അമേരിക്കയിലേക്ക് പോക്കുണ്ടാവില്ല. ഇവിടെ തന്നെ കറങ്ങി നടക്കും. എങ്ങനെയെങ്കിലും കുത്തിപ്പൊക്കി ദേവനെ അമേരിക്കയിലേക്ക് പറഞ്ഞു വിടണം. എന്താ ദേവ ഇത്? ഇപ്പോഴും വൈദേഹിയാന്നും പറഞ്ഞ് കയറുവന്ന ആ പെണ്ണിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക? കിട്ടിയ സന്ദർഭം പ്രയോജനപ്പെടുത്താന്നും പറഞ്ഞ് കയറി വന്നവള് നമ്മളെ വിശ്വസിച്ചില്ല എന്ന് കണ്ട് പാളി പോയില്ലേ? ഇനി അവളെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ മനസ്സ് പൊണ്ണാക്കാൻ നിൽക്കണ്ട. എന്താ അമ്മ ഇത്? അമ്മയും അച്ഛനും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്ന
ദേവനെ ആരാ പിന്നെ സമാധാനിപ്പിക്കുക? ദേവാ, ഇങ്ങനെ ഇരുന്ന് ശരിയാവില്ല. നീ എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്ക്. ഇവിടെ നിന്നാ ഇന്ന് ഇവള് കേറി വന്നതുപോലെ നാളെ വേറെ വല്ലവളുമാരും കേറി വന്നെന്നിരിക്കും. എന്തു പറയുന്നു അമ്മേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അച്ചില് വാർത്ത പോലെ നമ്മുടെ വൈദേഹി പോലെ ഉണ്ടായിരുന്നു. ആരായിരിക്കും അവള്? നിമിഷ നേരത്തേക്ക് ഞാൻ പോലും വൈദേഹി തന്നെ കയറി വന്നു എന്ന് വിശ്വസിച്ചു. എനിക്കാണെങ്കിൽ ഇപ്പോഴും അത് വൈദേഹി അല്ല എന്ന് പറയാൻ കഴിയുന്നില്ല. എന്താ അച്ഛാ ഇത്? അച്ഛൻ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ദേവൻ അത് കേട്ട് എത്രമാത്രം വിഷമാവും? രൂപമല്ലല്ലോ, മനസ്സും സ്വഭാവമല്ലേ ഒരാൾ ആരാന്ന് തീരുമാനിക്കുന്നത്. നമ്മുടെ കുടുംബത്തിലെ പല കാര്യങ്ങളും അവൾ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. പക്ഷെ ചന്ദ്രിക മരിച്ചുപോയെന്നുള്ള കാര്യം അവൾ അറിഞ്ഞിരുന്നില്ല. എങ്ങനെ നോക്കുകയാണെങ്കിലും അവള് നമ്മുടെ വൈദേഹിയാവാൻ ഒരു ചാൻസും ഇല്ല. ദേവാ, നിനക്കെന്തേലും സംശയമുണ്ടോ? നിനക്ക് സംശയമൊന്നും ഉണ്ടാവണ്ട. മറ്റുള്ളവരെന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നവുമില്ല. അവള് വൈദേഹിയാണോ എന്നുള്ളതല്ല എന്റെ സംശയം. ഇതിന്റെ പുറകിൽ ആരുടെ ബുദ്ധിയാണെന്നുള്ളതാ. എന്തായിരിക്കും അവരുടെ മനസ്സിലെ പ്ലാൻ എന്നാ ഞാൻ ചിന്തിക്കുന്നേ. ചന്ദ്രിക മരിച്ചു പോയില്ലേ, പിന്നെ ആരായിരിക്കും ഇതിന്റെ പുറകിൽ? അതിനിപ്പോ ആരെങ്കിലുമൊക്കെ ആവട്ടെ അച്ഛാ. ദേവൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം മാത്രമേ അവരുടെ ഈ കളികളൊക്കെ ഉണ്ടാവൂ. ഇവനൊന്നു മാറി നിന്ന ഈ പ്രശ്നങ്ങളൊക്കെ അതോടെ തീരും. അതിന് ദേവൻ അമേരിക്കയിലേക്ക് പോണം. ദേവ, നീ അതിന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നോക്ക്. ആരാത് കൗസല്യേ? അതെന്റെ ചെറിയമ്മ ഫോൺ ചെയ്ത് നിർത്തില്ലെന്നറിയില്ലേ. ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചിട്ട് വരാം. ഫോണ് കട്ട് ചെയ്യുന്നത് കണ്ടില്ലായിരുന്നു. സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലെന്ന് മനസ്സിലാക്കിക്കൂടെ? സാഹചര്യം നോക്കി ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു അറിഞ്ഞൂടെ? പിന്നെ ഇങ്ങനെ നിർത്താതെ വിളിക്കുന്നത് എന്തിനാ? സോറി അമ്മേ, ഇനി ഞാൻ ഒരിക്കലും വിളിക്കില്ല. വെക്കോ? അങ്ങനെ ഒറ്റയടിക്ക് വെക്കല്ലേ മോനെ. ദേഷ്യത്തിൽ എന്തോ പറഞ്ഞെന്ന് കരുതി നീ പെട്ടെന്ന് ഫോൺ വെച്ച പിന്നെ നീ വിളിക്കുന്നവരെ ഈ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ല. നീ എങ്ങനെ ഇരിക്കുന്നു മോനെ? ഞാനൊരു മെക്കാനിക് ഷെഡില്ല അമ്മേ. അവിടെ നീ എന്ത് ചെയ്യുക? ഞാൻ ജോലി ചെയ്യുന്നത് ഈ മെക്കാനിക് ഷെഡിലല്ലേ. കാശ് അയക്കുമ്പോ എപ്പോഴും നീ അത് തിരിച്ചയക്കും. എന്നിട്ട് ആ കാശിന് വേണ്ടിയല്ല നീ കിടന്ന് കഷ്ടപ്പെടുന്നു. ഇത് കാണുമ്പോ അമ്മയ്ക്ക് എത്ര വേദനിക്കും. എനിക്ക് വേണ്ടത് അമ്മയുടെ പണമൊന്നുമല്ലല്ലോ, അമ്മയുടെ സ്നേഹവും കരുതലും അല്ലേ. എന്നെങ്കിലും ഒരിക്കൽ അമ്മയ്ക്ക് മനസ്സ് തോന്നി ഞാൻ മകനാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുമ്പോ അതാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം. ചോദിക്കാൻ വിട്ടുപോയി മോനെ. നീ
പെട്ടെന്ന് വിളിച്ചത്? എന്താണെന്നറിയില്ല, പെട്ടെന്നൊന്ന് വിളിക്കണമെന്ന് തോന്നി. നീ എനിക്കൊരു സഹായം ചെയ്യുവോ മോനെ? പറയമ്മേ. ഇങ്ങനെ തോന്നുമ്പോ നീ അമ്മയെ വിളിക്കരുത്. സമയം കിട്ടുമ്പോ ഞാൻ നിന്നെ വിളിച്ചോളാം. നിനക്ക് വിഷമാവൂന്നറിയാം, പക്ഷെ ഇവിടുത്തെ എന്റെ അവസ്ഥ അങ്ങനെയായതുകൊണ്ട് അമ്മയൊന്നും മനസ്സിലാക്കടാ. ഞാൻ നിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് വിളിച്ചോളാം മോനെ. ശരി അമ്മേ. ആരോടാ അമ്മ ഭയങ്കര വിഷമത്തിലെന്തോ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ ചെറിയമ്മയെന്ന്. ചെറിയമ്മയോടാണെങ്കിൽ അമ്മ എന്തിനു കരയണം? കരഞ്ഞാലും തീരാത്ത പ്രശ്നങ്ങളാണല്ലോ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ളത്. അമ്മയുടെ മോൻ അവിടെ കിടന്ന് വിളിക്കുന്നത് കേട്ടില്ലേ? പാവാ, വാ തുറക്കില്ല, ഞാൻ പെടാപ്പേട് പെടുത്താന്നല്ലേ പറയുന്നത്. ആ സാരമില്ല. അമ്മ എന്താ പറഞ്ഞോണ്ടിരുന്നത്? ഈയിടെയായിട്ട് അമ്മയുടെ മോന്റെ ഒച്ച ഇത്തിരി കൂടുന്നുണ്ട്. എന്താന്ന് ചോദിച്ചിട്ട് വരട്ടെ, ഏത് കപ്പലാ മുങ്ങിയെന്ന്. പരീക്ഷണങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ ഒരവസാനവും ഇല്ലല്ലോ. എന്റെ ദേവേട്ടനോട് ഞാനാണ് വൈദേഹി എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ല. ഇതിലും വലിയ പരീക്ഷണം ഈ ലോകത്ത് വേറെ ആർക്കും ഉണ്ടായിരിക്കില്ല. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? എന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? ഏത് മുഹൂർത്തത്തിലാണോ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്, അന്ന് തുടങ്ങിയതല്ല ആ ഭാര്യസ്ഥാനത്തിന് വേണ്ടി ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പോരാട്ടങ്ങളാ. പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ എന്നോർത്ത് ഒന്ന് സമാധാനിച്ചതാ. ദേവേട്ടന്റെ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ചെറുതായി ഒന്ന് സന്തോഷിച്ചതേ ഉള്ളൂ. പിന്നെ എന്നെ പെരുവഴിയിലാക്കിയില്ലേ. ദേവേട്ടൻ എന്റെ കൂടെ ഉണ്ടായാൽ മതി. എത്ര വലിയ പ്രശ്നമാണെങ്കിലും ഞാനത് തരണം ചെയ്യും. പക്ഷെ ആ ദേവേട്ടനെ നീ എനിക്ക് തരുന്നില്ലല്ലോ. അതിനു വേണ്ടി എന്തൊക്കെ പ്രശ്നങ്ങളാ. എനിക്കിനി വയ്യ ദേവേ. ചന്ദ്രികയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ എന്റെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കിട്ടും. അവരെവിടെ ചെന്നാ ഞാൻ കണ്ടുപിടിക്കുക? എവിടെയൊക്കെ നോക്കിയിട്ടും കാണുന്നില്ല. ഒരു വട്ടം ആ ചന്ദ്രിക എന്റെ മുന്നിൽ ഒന്ന് കൊണ്ടു നിർത്തി തന്നൂടെ?
ഒരുങ്ങിക്കഴിഞ്ഞോ? ഇപ്പൊ കണ്ട വൈദേഹിയല്ലെന്ന് ആരും പറയില്ല. ആർക്കും സംശയം ഉണ്ടാവില്ല. അങ്ങോട്ട് ചെല്ല്. നിനക്കും വേറെ വഴിയില്ല. ചെല്ല്. വൈശാലി വൈദേഹിയാണെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നതാ. എല്ലാം ഞാൻ വിചാരിക്കുന്ന പോലെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും എല്ലാം തകിടം മറിഞ്ഞു. ആ ശാന്താദേവി ആരെങ്കിലും കൊന്നാ ഇവൾക്കെന്തായിരുന്നു കുഴപ്പം? അവരുടെ മോളെപ്പോലെ അഭിനയിക്കാൻ പറഞ്ഞയച്ചപ്പോ അവള് ശരിക്കും അവരുടെ മോളായിട്ടങ്ങ് മാറി. അവളെ രക്ഷിക്കാൻ ഇടയ്ക്ക് കയറി സ്വന്തം ജീവൻ കളഞ്ഞു. ഇനി എന്താ ഒരു വഴി കണ്ടെത്തുക? എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. എന്നാലും ആ ദശരഥ രാമവർമ്മയും കുടുംബത്തെയും ഞാൻ വെറുതെ വിടില്ല. ഊർമിളേ, ഊർമിളേ, എന്തിനാ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്നെ? എന്താ കാര്യം? വിളിച്ച ഉടൻ തന്നെ വരാൻ പറ്റിയില്ലെങ്കിലേ ഇങ്ങനെ ഒച്ച വെച്ചെന്നൊക്കെ ഇരിക്കും. ഈയിടെയായിട്ട് ശബ്ദം ഇത്തിരി പൊങ്ങുന്നുണ്ടല്ലോ. ഭീഷണിയും കുറച്ച് കൂടുന്നുണ്ട്. കാല് മാത്രമേ അനങ്ങാതുള്ളൂ. ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല. ശബ്ദം മാത്രം ഉണ്ടായാൽ മതിയോ? കഴിക്കാനും ഒച്ച വെക്കാനും കൊള്ളാം. അതിനല്ലാതെ വേറെ എന്തിനെങ്കിലും നിങ്ങളെ കൊള്ളാവോ? ആ, പറഞ്ഞിട്ട് എന്ത് പ്രയോജനം അല്ലേ? തൽക്കാലം വീട്ടിലെ എല്ലാവരുടെയും അവസ്ഥ അതൊക്കെ തന്നെയാ. കൊട്ടാരം വീട്ടിലെ സകലരെ ഒന്നിനും കൊള്ളാതായിരിക്കുന്നു. ഊർമിളേ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. നിന്നെ കെട്ടിയ പാപത്തിന് ഞാൻ അതെല്ലാം സഹിച്ചോളാം. പക്ഷെ അച്ഛനെയും ദേവനെയും പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ആ, ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടുന്ന് അനങ്ങാനും പറ്റില്ല, ഒന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ദേവൻ വൈദേഹിയില്ലാതെ ജീവിക്കാൻ പറ്റാതെ ദേശം വിട്ട് ദേശം പോവാൻ പോവാ. പിന്നെ അച്ഛന്റെ കാര്യമാണെങ്കിൽ ഒന്നും പറയാനുമില്ല. കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുമല്ലേ. ഇനി ഈ വീടിന്റെ ഉത്തരവാദിത്വങ്ങളൊക്കെ ആരാ നോക്കാന്ന് ആർക്കറിയാ ഈശ്വരാ? നാഥനില്ല കളരിയാവും. അല്ല, എല്ലാം നിന്നെ ഏൽപ്പിക്കണമെന്നായിരിക്കും നിന്റെ ഉദ്ദേശം. അതിനാദ്യം നിന്റെ ഉത്തരവാദിത്തങ്ങൾ ശരിക്കും നോക്ക്. വീടിന്റെയും വീട്ടുകാരുടെയും കാര്യം അവര് നോക്കിക്കോളും. എന്റെ ഉത്തരവാദിത്വോ? എന്താ അത്? അങ്ങേ സേവിക്കുന്നതായിരിക്കും. സേവിക്കാം. എന്നാൽ ഒരു കാര്യം ചെയ്യും. പയ്യെ അച്ഛന്റെ അടുത്തേക്ക് ചെന്ന്, അച്ഛാ, നമ്മുടെ ദേവൻ എന്തായാലും അമേരിക്കയ്ക്ക് പോവല്ലേ? അച്ഛനും ഞാനും ഒന്നിനും കൊള്ളാത്തവരായി മാറിയ സ്ഥിതിക്ക് അധികാരങ്ങളെല്ലാം ഊർമിളയെ ഏൽപ്പിക്കാൻ പറയും. പിന്നങ്ങോട്ട് ഈ ഊർമിള നിങ്ങളെ പൂവിട്ട് പൂജിക്കില്ലേ മോനെ? എന്റെ ദൈവമേ, എല്ലാം എന്നെ ഏൽപ്പിക്കാൻ ശ്രമിക്കാന്ന് പറഞ്ഞിട്ട് അവളെല്ലാം കൈയടക്കാൻ നോക്കാണല്ലോ. നിനക്കോ അധികാരങ്ങളോ? ഒരു ദിവസമെങ്കിലും നീ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ചോദിക്കാതെ തന്നെ എല്ലാം നിന്നെ ഏൽപ്പിച്ചേനെ. ആർക്ക് എപ്പ പണി കൊടുക്കാം, എന്ത് പറഞ്ഞ് എങ്ങനെ വീട്ടിൽ വഴക്കുണ്ടാക്കാന്നും ഒരുമ്പെട്ട് ഒരുങ്ങി ഇറങ്ങിയൊക്കെയല്ലേ. അതെനിക്കിഷ്ടായി. നിന്റെ സ്വഭാവം മനസ്സിലാക്കിയ ആരെങ്കിലും അധികാരങ്ങൾ നിന്നെ ഏൽപ്പിക്കും ഊർമിളെ? അപ്പൊ അജയന്റെ അഭിപ്രായത്തിൽ അധികാരങ്ങളൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്നർത്ഥം. എല്ലാവരുടെ അഭിപ്രായം അത് തന്നെയാ. സന്തോഷം. അധികാരങ്ങൾ ഏൽക്കാനും എന്നെ കൊള്ളില്ല, ഭർത്താവിനൊപ്പം സുഖമായി കഴിയാനും എനിക്ക് കഴിയില്ല. പിന്നെ എന്തിന് ഞാൻ ഈ വീട്ടിൽ ജീവിക്കണം? എന്നെങ്കിലും ഒരിക്കൽ ഞാൻ എന്റെ പാട്ടിന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പം മനസ്സിലായിക്കൊള്ളൂ എല്ലാവർക്കും. അപ്പോ അവൾ എന്റെ വഴിക്ക് വന്നു തുടങ്ങി. ഇക്കാര്യത്തിൽ ഊർമിളയ്ക്ക് ഒരു മാറ്റവും ഇല്ല. എങ്ങനെയെങ്കിലും അവളെ പിടിച്ചോണ്ട് വന്ന് എനിക്ക് ജീവിതം തുടങ്ങണം. നിന്നെക്കുറിച്ച് പുതിയതെന്ത് മനസ്സിലാക്കാനാ? നിന്റെ കാര്യം ഞാൻ എന്നെ മനസ്സിലാക്കിയതാ. എത്ര നേരമായിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നു. വന്നപ്പോ തൊട്ട് വഴക്കുണ്ടാക്കാൻ നടക്കുന്ന അല്ലാണ്ട് എന്തിനാ ഞാൻ വിളിച്ചെന്ന് ചോദിക്കാൻ നിനക്ക് തോന്നിയില്ലേ ഊർമിളെ? അധികാരം വേണം പോലും അല്ലേ? ഈ കാര്യം നീ എന്നോട് പറഞ്ഞതിരിക്കട്ടെ, മറ്റാരോടെങ്കിലും പറഞ്ഞാ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പും. നിങ്ങൾ എന്തിനാ എന്നെ വിളിക്കുക? വെള്ളം വേണോന്ന് പറയാനോ, കാലെ മരുന്ന് പുരട്ടാനോ, അല്ലെങ്കിൽ താഴോട്ട് കൊണ്ടുപോകാൻ പറയാനോ ആയിരിക്കും. വേറൊന്നിനും കൊള്ളില്ലല്ലോ. അജയ, എല്ലാരും അവരവരുടെ വഴി നോക്കി ജീവിക്കുമ്പോ എന്നെ എന്തിനാ ഇങ്ങനെ പിടിച്ചു വലിക്കാൻ നോക്കുന്ന? ഇങ്ങനെയുള്ള വേണ്ടാത്ത പണികൾ ചെയ്യാൻ മേലിൽ എന്നെ വിളിച്ചു പോരുത്. അതിനല്ലേ വിനയനെ പണിക്ക് നിർത്തിയേക്കുന്ന.
ഡ്രൈവർ മാഡം കാറൊന്ന് സൈഡാക്കിയിട്ട് ഇച്ചിരി വെള്ളം വാങ്ങിക്കേ. ആയിക്കോട്ടെ മാഡം.